നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം അവസാനത്തോടെ നൽകാൻ സർക്കാർ തീരുമാനം. 60 ലക്ഷം പെൻഷൻകാർക്ക് 3200 രൂപ വീതം നൽകാനാണ് തീരുമാനം. 5 മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും നടപ്പുമാസത്തെ പെൻഷനുമാണ് നൽകുന്നത്. സൗജന്യ ഓണക്കിറ്റ് റേഷൻ കടകൾക്കു പകരം സപ്ലൈകോ വഴി വിൽപ്പനശാലകൾ വഴി നൽകാൻ ആലോചന. മാവേലി സ്റ്റോർ ഉൾപ്പെടെയുള്ള വിൽപ്പനശാലകൾ വഴി നിലവിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി സാധനങ്ങൾ നൽകുന്നുണ്ട്. ഇതേ സംവിധാനം കിറ്റ് വിതരണത്തിനും ഉപയോഗിക്കാനാണ് നീക്കം. ഇത്തവണ 5.87 ലക്ഷം വരുന്ന മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് പ്രധാനമായും കിറ്റ് നൽകുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വയനാട്ടിലെ നിലവിലെ സാഹചര്യവും മുഖ്യമന്ത്രി വിശദീകരിച്ചു. 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യം. ഓണത്തിന് മുമ്പ് 1000 സ്റ്റോർ തുറക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. നെടുമങ്ങാട് താലൂക്കിലെ മുക്കോലയ്ക്കലും വെങ്കോടും സ്റ്റോർ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 5000 കോടി രൂപ ഉടൻ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കേരളം. ഓണത്തിനും ഓണം കഴിഞ്ഞുമുള്ള ചെലവുകൾക്കായാണ് കടമെടുപ്പ്. തിങ്കളാഴ്ച തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ഹിന്ദുവാണെന്നതിന്റെ തെളിവ് നൽകാൻ തന്നോട് ആവശ്യപ്പെട്ടതായി നടിയും BJP നേതാവുമായ നമിത ആരോപിച്ചു. ക്ഷേത്രം സന്ദർശിക്കുന്നതിനിടയിൽ ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാൾ തന്നെ തടഞ്ഞുവെന്ന് അവർ ആരോപിച്ചു. താൻ ഹിന്ദുവാണെന്നതിന് തെളിവ് ആവശ്യപ്പെട്ടുവെന്ന് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്തു. മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ശനിയാഴ്ച തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പങ്കെടുത്തു. ചടങ്ങിൽ പിതാവിന്റെ മരണശേഷം പാർട്ടിയുടെ പഴയ കാവൽക്കാരനെ പോലെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തതിന് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ രജനീകാന്ത് പ്രശംസിച്ചു. ബീഹാറിലെ വൈശാലി ജില്ലയിൽ പുതുതായി നിർമ്മിച്ച NH-31 മേൽപ്പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു. ദേശീയപാത 31 രമാശീഷ് ചൌക്കിലെ മേൽപ്പാലത്തിലാണ് ഗർത്തം രൂപപ്പെട്ടത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ബീഹാറിലെ നിരവധി പാലങ്ങളും കലുങ്കുകളും തകർന്നു വീണിരുന്നു. അടുത്ത മാസം മുതൽ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള സേവനങ്ങളും ഇടപാട് സന്ദേശങ്ങളും ഉപഭോക്താക്കൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിൽ സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാമെന്ന് റിപ്പോർട്ട്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന വ്യവസ്ഥയാണ് ഇതിന് കാരണം. ചികിത്സാ ചെലവിലുണ്ടായ വർധന ചെറുക്കുന്നതിനായി ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം തുക കൂട്ടാനൊരുങ്ങി രാജ്യത്തെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾ. സ്റ്റാർ ഹെൽത്ത്, അലൈഡ് ഇൻഷുറൻസ് എന്നിവർ തങ്ങളുടെ 30% ഉൽപ്പന്നങ്ങൾക്ക് 10% മുതൽ 15% വരെ പ്രീമിയം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു. സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. ഓഗസ്റ്റ് 29 പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. ലൈംഗിക ആരോപണത്തിനു പിന്നാലെ M മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്ത് പ്രതിപക്ഷ സംഘടനകൾ സമരം ശക്തമാക്കുന്നു. മഹിളാ കോൺഗ്രസ്, യുവമോർച്ച, യൂത്ത് കോൺഗ്രസ്, RSP തുടങ്ങിയ സംഘടനകൾ മുകേഷിന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ചുകൾ നടത്തി. അമേരിക്കൻ റീറ്റെയിൽ ശൃംഖലയായ വാൾമാർട്ടിലും ഇനി കേരളത്തിന്റെ കയർ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനും വാൾമാർട്ടും ഇത് സംബന്ധിച്ച കരാറിലെത്തി. വാൾമാർട്ടിന്റെ വെയർഹൌസിലേക്കുള്ള ആദ്യ കണ്ടെയ്നറിന്റെ ഫ്ലാഗ് ഓഫ് വ്യവസായ കയർ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിക്കും. 9 ഇനം കയർ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ റീറ്റെയിൽ ശൃംഖലയായ വാൾമാർട്ടിലും ഇനി കേരളത്തിന്റെ കയർ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനും വാൾമാർട്ടും ഇത് സംബന്ധിച്ച കരാറിലെത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് മുമ്പ് കൊളംബോ തുറമുഖത്തിന് തിരിച്ചടി. ട്രാൻസ്ഷിപ്മെന്റ് അളവ് തുടർച്ചയായ 3-ാം മാസവും കുറഞ്ഞതായാണ് കൊളംബോയിലെ മാധ്യമ റിപ്പോർട്ട്.
കൊളംബോ തുറമുഖത്തേക്കുള്ള കണ്ടെയ്നർ കപ്പലുകളുടെ എണ്ണവും ഈ മാസത്തിൽ 17.8% കുറഞ്ഞ് 277 കപ്പലുകളായി ചുരുങ്ങി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കൂറ്റൻ കണ്ടെയ്നർ കപ്പൽ MSC ഡയാല അടുക്കും. ലോകത്തിലെ മുൻനിര ഷിപ്പിംഗ് കമ്പനി MSC ആദ്യമായാണ് വിഴിഞ്ഞത്തേക്ക് കപ്പൽ അടുപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ലോ എന്ന തുറമുഖത്തു നിന്നാണ് കപ്പൽ എത്തുന്നത്. വിദേശ തൊഴിലാളികളുടെ വരവും സ്ഥിരതാമസക്കാരുടെ എണ്ണവും കുറയ്ക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. രാജ്യത്ത് തൊഴിലില്ലായ്മ അതിവേഗം കുതിച്ചുയരുന്നതും തദ്ദേശീയരുടെ ഇടയിൽ അതൃപ്തി പുകയുന്നതുമാണ് കുടിയേറ്റ നിയന്ത്രണ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. കാനഡയിലേക്ക് കുടിയേറാൻ ഒരുങ്ങുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുന്നതാണ് തീരുമാനം. കോഴിക്കോട് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. മത്സ്യലഭ്യത കുറവ് ജില്ലയിലെ വലിയൊരു ഭാഗം തൊഴിലാളികളെയും തളർത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ബോട്ടുകൾ പെയർ ട്രോളിംഗ് വഴി മീൻ പിടിക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇരട്ടി പ്രഹരമാകുന്നു. ഇത്തരത്തിലുള്ള മത്സ്യബന്ധനം ചെറിയ മീനുകളെ വരെ വാരിയെടുക്കാൻ ഇടയാക്കും. പെയർ ട്രോളിംഗ് പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണിത്. റാസൽ ഖൈമയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. കോഴിക്കോട് ബാലുശ്ശേരി അഗ്രൂൽ കുണ്ടിലാത്തോട്ട് വീട്ടിൽ അതുൽ ആണ് മരിച്ചത്. തിങ്കളാഴ്ച റാസൽ ഖൈമ സ്റ്റീവൻ റോക്കിലായിരുന്നു അപകടം. താമരശ്ശേരിയിലെ നഗരവികസനത്തിനായി കൈകോർത്ത് വ്യാപാരികൾ. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ഹൈടെക് ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാര സമൂഹം വികസനത്തിൽ പങ്കാളികളാകുന്നത്. താമരശ്ശേരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് അത്യാധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാഥാർത്ഥ്യമാക്കുന്നത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.